അപ്പൊ വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ ബെർണോളിസ് തിയറം പഠിക്കാമെന്ന് നോക്കാം. അപ്പൊ ഏതൊരു ഡെറിവേഷൻ പഠിക്കുമ്പോഴും നമ്മൾ ഒരു മെക്കാനിസം യൂസ് ചെയ്ത് പഠിക്കുക. ഏത് ഡെറിവേഷൻ പഠിക്കുമ്പോഴും ഒരു മെക്കാനിസം പഠിച്ച് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ ഡെറിവേഷന്റെ ഓരോ സ്റ്റെപ്പും മനഃപ്പാഠം ചെയ്ത് അങ്ങ് നശിപ്പിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ പഠിക്കുക മെക്കാനിസം ആണ് പഠിക്കുക. ഓക്കെ, ബെർണോളിസ് തിയറത്തിൽ ഫിഗർ എന്തായാലും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. നമുക്കൊരു പൈപ്പ് ഉണ്ട്. ഈ പൈപ്പിന്റെ പേര് യൂണിഫോം ക്രോസ് സെക്ഷൻ ഉള്ള പൈപ്പ് അല്ല, ഇതിനെ വേരിയിങ് ക്രോസ് സെക്ഷൻ ഉള്ള പൈപ്പ് എന്നാണ് പറയുക. നമ്മൾ യൂണിഫോം ക്രോസ് സെക്ഷൻ ഉള്ള പൈപ്പ് എന്നാണ് ഇതുവരെ കേട്ടിട്ടുള്ളത്. വേരിയിങ് ക്രോസ് സെക്ഷൻ, അതായത് ഇവിടെയുള്ള ഓപ്പണിംഗ് അല്ല അവിടെയുള്ള ഓപ്പണിംഗ്. ഓക്കെ, ഫിഗർ മാത്രം ഞാനൊന്ന് പറയുന്നതേ ഉള്ളൂ, ശ്രദ്ധിച്ചിരിക്കുക. ഈ പൈപ്പിന്റെ ഇവിടെയുള്ള ഹൈറ്റ് H1, അവിടെയുള്ള ഹൈറ്റ് H2, ഇവിടുത്തെ ഏരിയ A1, അവിടുത്തെ ഏരിയ A2, ഇവിടുത്തെ പ്രഷർ P1, അവിടുത്തെ പ്രഷർ P2, ഇവിടുത്തെ വെലോസിറ്റി V1, അവിടുത്തെ വെലോസിറ്റി V2. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു പാടുമില്ല. ഇത് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ ഡെൽറ്റ വി. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് ഞാൻ V1 V2 എന്ന് എഴുതാത്തതെന്ന് മനസ്സിലാക്കിയോ? അപ്പൊ V1 V2 എഴുതാത്ത കാര്യം, ഇവിടെ കയറുന്ന അത്രയും എമൗണ്ട് ഓഫ് വാട്ടർ തന്നെ ഇവിടെ എത്തുന്നതെന്നൊന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഒരു തുള്ളി പോലും കുറവില്ല. അപ്പൊ ഇവിടെ എന്തുമാത്രം വോളിയം ലിക്വിഡ് കയറുന്നുണ്ടോ ആ ലിക്വിഡ് ഇവിടെ ഇറങ്ങുന്നതായിട്ട് ഓർക്കാം. ഇനി നമുക്ക് ആ മെക്കാനിസത്തിലോട്ട് പോവാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വർക്ക് ഡണ്ണിന്റെ ചേഞ്ച് കണ്ടുപിടിക്കുക. ഓക്കെ, ചേഞ്ച് ഇൻ വർക്ക് ഡൺ കണ്ടുപിടിക്കുക. ചേഞ്ച് ഉണ്ട് വർക്കില്. ഇവിടെ നമ്മൾ തള്ളി കയറ്റുന്നതായിട്ട് സങ്കല്പിക്കുക. ഇവിടെ ഫ്ലൂയിഡ് തനിയെ കയറ്റി കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ തനിയെ വീണോളൂല്ലോ, അങ്ങനെ സങ്കല്പിക്കുക. നമ്മൾ തള്ളി കയറ്റുന്നവർക്ക് പോസിറ്റീവായിട്ട് എടുക്കുക. നമ്മൾ തള്ളി കയറ്റുന്നവർക്ക് പോസിറ്റീവായിട്ട് എടുക്കുക. ഇത് ഇവിടെ നിന്ന് ഇറങ്ങുന്നവർക്ക് എന്തായിട്ട് എടുക്കുക? നെഗറ്റീവായിട്ട് എടുക്കുക. ഓക്കെ, ഡെറിവേഷൻ പഠിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചു വെക്കുന്ന കുറച്ച് കൺസെപ്റ്റുകളാണ്. ഓക്കെ, ഒന്നാമത്തത് ചേഞ്ച് ഇൻ വർക്ക് ഡൺ കണ്ടുപിടിക്കുക. സെക്കൻഡ്, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയും കണ്ടുപിടിക്കുക. അത് വളരെ സിമ്പിൾ ആണ്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയും കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3, സ്റ്റെപ്പ് നമ്പർ 3 നമ്മൾ ഈ മുകളിൽ കണ്ടുപിടിച്ച 2 സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഡെൽറ്റ ഡബ്ല്യു വർക്ക് ഡൺ. വർക്ക് ഡൺ എന്ന് പറയുന്നത് താഴത്തെ രണ്ടാമത്തെ സ്റ്റെപ്പിലെ 2 പേരുടെയും കൂടി സം ആണെന്ന് എഴുതുക. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, സിമ്പിൾ ആണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് വരെ. നാലാമത്തെ സ്റ്റെപ്പില് നമുക്കിത് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു നീളത്തിലുള്ള ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷനിൽ ത്രൂ ഔട്ട് ആയിട്ട് നമ്മൾ ഡെൽറ്റ വി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതെങ്ങനെ ഓർത്തിരിക്കുന്നു വെച്ചാൽ, നമുക്ക് ആ വലിയ ഇക്വേഷൻ കിട്ടുന്ന സമയത്ത് ഡെൽറ്റ ഉള്ള ഒരാളെ കാണുള്ളൂ. ആ ഒരാൾ വി ആയിരിക്കും, വോളിയം വി. ഓക്കെ, ആ വിയെ നമ്മൾ ത്രൂ ഔട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ എം വരുന്ന കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടാവും. ആ എം വരുന്നിടത്ത് നമ്മൾ ഡെൽറ്റ വി വെച്ച് ഡിവൈഡ് ചെയ്താൽ അത് എന്തായിട്ട് മാറുമെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. മാസ് ബൈ വോളിയം ഡെൻസിറ്റി. മാസ് ബൈ വോളിയം എന്തായിട്ട് മാറും? ഡെൽറ്റ വെറും ചേഞ്ച് ആണ്. മാസ് ബൈ വോളിയം എന്തായിട്ട് മാറും? ഡെൻസിറ്റി ആയിട്ട് മാറും. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ റീ അറേഞ്ച് ചെയ്യുക. മൊത്തം ഇക്വേഷൻസിനെ റീ അറേഞ്ച് ചെയ്യുക. LHS മുഴുവൻ 1 വരുന്ന ആളുകളെയും RHS മുഴുവൻ 2 വരുന്ന ആളുകളെയും നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുക. ഇത്ര ചെയ്യുമ്പോൾ നമ്മളെ ഡെറിവേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു 5 സ്റ്റെപ്പ് അല്ലെ, ഒരു 5 സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക. 5 മെക്കാനിസം സ്റ്റെപ്പ് ആണ്. ഈ 5 സ്റ്റെപ്പ് നല്ല വ്യക്തമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. 5 സ്റ്റെപ്പ് ചേഞ്ച് ഇൻ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നു, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കണ്ടുപിടിക്കുന്നു. ആദ്യത്തെ 2 സ്റ്റെപ്പിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്നു, ഡെൽറ്റ വി വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, മാസ് ബൈ വോളിയം വരുന്നിടത്ത് ഡെൽറ്റ റോ എഴുതുന്നു. അതുപോലെ ലാസ്റ്റ് ഇക്വേഷനിലെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? റീഅറേഞ്ച് ചെയ്യുകയാണ്. നമുക്കൊരു ഇക്വേഷൻ കിട്ടും, 2 സൈഡുള്ള ഒരു ഇക്വേഷൻ കിട്ടും. അതിൽ 1 എല്ലാം ഒരു സൈഡും 2 വരുന്നതെല്ലാം മറു സൈഡും ആക്കി എഴുതുന്നു. ഇത്രയും മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഇത് വെച്ച് നിങ്ങൾക്ക് ബെർണോളിസ് തിയറം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഏറ്റവും മിനിമൽ സ്റ്റെപ്പിൽ നമ്മൾ പഠിക്കാൻ പോവാണ്. ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ ചെയ്യാൻ പോവാണ് വർക്ക് ഡൺ. വർക്ക് ഡൺ നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ ജസ്റ്റ് എക്സ് എന്ന് എടുക്കുകയാണ്. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രഷർ. ഫോഴ്സിനെ പ്രഷർ കണക്ട് ചെയ്ത് എഴുതിയാൽ, ഈ പ്രഷർ നമ്മൾ ഇവിടെ എഴുതിയല്ലോ, ഇവിടെ എങ്കിലും ഞാൻ എഫ് എന്ന് എഴുതിയിട്ടില്ലല്ലോ. അപ്പൊ ഓർക്കുക, ഇവിടെ എഫ് എഴുതിയിട്ടില്ലെങ്കിൽ അർത്ഥം ഡെറൈവ് ചെയ്യുന്നതിന് എഫ് വരരുത് എന്നാണ്. അപ്പൊ ഡെറൈവ് ചെയ്യുന്നതിൽ എഫ് വരുമ്പോൾ നമ്മൾ ഇതിലുള്ളവരായിട്ട് മാറ്റുക. പ്രഷർ ഉണ്ട്, ഏരിയ ഉണ്ട്, അത് തമ്മിൽ കണക്ട് ചെയ്താൽ ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് എഴുതാം. കാരണം പ്രഷറിന്റെ യഥാർത്ഥ ഇക്വേഷൻ എന്താണ്? പ്രഷറിന്റെ യഥാർത്ഥ ഇക്വേഷൻ ഫോഴ്സ് ബൈ ഏരിയ. ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എഫ് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു എ. അങ്ങനെയാണെങ്കിൽ ഇത് വർക്ക് ഡൺ അറ്റ് 1 ആണ്, ലൈക്ക് ഏറിയ സ്ഥലം, 2 ആണ് ഇറങ്ങിയ സ്ഥലം. അപ്പൊ വർക്ക് ഡൺ അറ്റ് 1. വർക്ക് ഡൺ അറ്റ് 1 എന്ന് പറയുമ്പോൾ വർക്ക് ഡൺ അറ്റ് 1 ഇസ് ഈക്വൽ ടു W1 എന്ന് വേണമെങ്കിൽ എഴുതാം, ഇസ് ഈക്വൽ ടു P1A1 ഇൻറ്റു എക്സ്. P1A1 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എക്സ്. ഓക്കെ, ഈ ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ തന്നെ സിലിണ്ടറിന്റെ ഒക്കെ വോളിയം പഠിക്കും. സിലിണ്ടറിന്റെ വോളിയം എന്താണ് വരുന്നത്? πr²h എന്നാണ് വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? πr²h എന്നായത് എന്തുകൊണ്ടാണ്? സിലിണ്ടറിന്റെ വോളിയം ബേസ് ഏരിയ πr²ഉം ഹൈറ്റ് h. അപ്പൊ ഏതൊരു ഷേപ്പ് ആണെങ്കിലും അതിന്റെ വോളിയത്തിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ പറയാം? ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയാം. അപ്പൊ ഇവിടെ എനിക്ക് ഏരിയ ഇൻറ്റു ഹൈറ്റിന് പകരം ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഈ ഹൈറ്റും ഡിസ്പ്ലേസ്മെന്റും ഒക്കെ ഒരുതരം ലീനിയർ മെഷർമെന്റ്സ് ആണല്ലോ.
നമുക്കിപ്പോ ഏരിയ ഇൻറ്റു ഹൈറ്റിനെ എന്തെന്ന് എഴുതാം, വോളിയം എന്ന് എഴുതാം. ആ വോളിയം പക്ഷെ ഞാൻ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ഡെൽറ്റ വി ആണ്. അപ്പൊ P1 ഡെൽറ്റ വി ആണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചേക്കുക, വർക്ക് 1 ഇസ് ഈക്വൽ ടു P1 ഡെൽറ്റ വി. അത് നമ്മൾ കൊടുത്തതാണെന്ന് പറഞ്ഞു. അപ്പൊ അതെന്തായിട്ട് എടുക്കണം, പോസിറ്റീവ് ആയിട്ട് എടുക്കണം. ഇനി അടുത്തത് വർക്ക് 2, ഇത് വെച്ച് തന്നെ നമുക്ക് എഴുതാം. ഇത്ര നീട്ടി എഴുതണ്ട, P2 ഡെൽറ്റ വി. പക്ഷെ അത് നമ്മൾ ചെയ്തതല്ല, അത് തനി ഇറങ്ങിയതാണെന്ന് ഓർക്കുക, ചുമ്മാ ഒന്ന് ഓർക്കുക. അങ്ങനെയാണെങ്കിൽ അത് നെഗറ്റീവ് ആണെന്ന് ഓർക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ചേഞ്ച് ഇൻ വർക്ക് ഡൺ എന്തെന്ന് കിട്ടും, ചേഞ്ച് ഇൻ വർക്ക് ഡൺ എന്ന് പറയുന്നത് P1 ഡെൽറ്റ വി മൈനസ് P2 ഡെൽറ്റ വി. അതായത് ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സം. അപ്പൊ P1 ഡെൽറ്റ വി മൈനസ് P2 ഡെൽറ്റ വി. ഓക്കെ, അപ്പൊ അത് മാത്രം നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. ഇനി നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മുടെ രണ്ടാമത്തെ മെക്കാനിസത്തിലുള്ളത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് അല്ലെ. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ, കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താണ്, ഹാഫ് എം വി സ്ക്വയർ ആണ്. കൈനറ്റിക് എനർജി ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ആണ്. എങ്കിൽ കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് എന്ന് വെച്ചാൽ എന്ത് വരും, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, അതായത് കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനിഷ്യൽ. കൈനറ്റിക് എനർജി എം വി സ്ക്വയർ ആണ്, ഹാഫ് എം വി സ്ക്വയർ ആണ്. കൈനറ്റിക് എനർജി ഫൈനൽ എന്ന് പറയുമ്പോഴോ ഇവിടുത്തെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അവിടെ എന്തൊക്കെ വേണം, അപ്പൊ മാസം വേണം, വെലോസിറ്റിയും വേണം. വെലോസിറ്റി നോക്കുമ്പോൾ നമുക്കറിയാം V2, അവിടുത്തെ വെലോസിറ്റി V2 ആണ്. പക്ഷെ മാസ് നമ്മൾ M1 M2 കൊടുക്കുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ കയറുന്ന അത്രയും വെള്ളം തന്നെ അവിടെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ മാസ് സെയിം ആയിരിക്കും, വോളിയവും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ഹാഫ് എം V2 സ്ക്വയർ മൈനസ് ഹാഫ് എം V1 സ്ക്വയർ എന്ന് കിട്ടാം. അവിടെ വച്ചേക്കാം. ഇതേപോലെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയും കൂടി കണ്ടുപിടിക്കുക. പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ച്, പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണെന്ന് അറിയാമല്ലോ. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ mgh ആണ്. അപ്പൊ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ mgh2, ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ mgh1. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് എഴുതാം. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ത് വരും, mgh2 മൈനസ് mgh1. ഇപ്പൊ എനിക്ക് ഈ സ്റ്റെപ്പും കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാലോ, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇത് രണ്ടിന്റെയും കൂടി സം ആയിട്ട് നമുക്ക് എഴുതാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1, ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2, ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 1 is equal to ഇക്വേഷൻ നമ്പർ 2 പ്ലസ് ഇക്വേഷൻ നമ്പർ 3. കൺസിഡറേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നതെന്ന് അറിയണ്ട, നമ്മൾ ഇത്രയും ചെയ്താൽ മതി. മൂന്നാമത്തെ സ്റ്റെപ്പില് വർക്ക് ഡൺ നമ്മൾ എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യുക, കൈനറ്റിക് പൊട്ടൻഷ്യൽ സം ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളപ്പോൾ ഇക്വേറ്റ് ചെയ്തിട്ടുണ്ട്. വർക്ക് ഡൺ, ചേഞ്ച് ഇൻ വർക്ക് ഡൺ is equal to ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. P1 ഡെൽറ്റ വി മൈനസ് P2 ഡെൽറ്റ വി വർക്ക് ഡൺ എന്ന് നമുക്ക് നേരത്തെ കിട്ടിക്കഴിഞ്ഞു. ഇനി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം V2 സ്ക്വയർ മൈനസ് ഹാഫ് എം V1 സ്ക്വയർ. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mgh2 മൈനസ് mgh1. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് അനുസരിച്ച് അടുത്ത പരിപാടി എന്താണെന്ന് നോക്കിയേ, ഡെൽറ്റ വി വെച്ച് ഡിവൈഡ് ചെയ്യുക. ത്രൂ ഔട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡെൽറ്റ വി വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇവിടെ ഡെൽറ്റ ഡി വെച്ച് ഡിവൈഡ് ചെയ്താൽ വെറും P1 മാത്രമേ ബാക്കിയുണ്ടാവും. ഇവിടെയും ഡെൽറ്റ വി വെച്ച് ഡിവൈഡ് ചെയ്താൽ P2 മാത്രമേ ബാക്കിയുണ്ടാവും. ഈക്വൽ ടു ഇവിടെ ഓരോ ടേമിലും നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം, ആ ഡെൽറ്റ വി വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ ഡെൽറ്റ വി അടിയിൽ വരുമ്പോ മാസ് ബൈ ഡെൽറ്റ വി എന്തായിട്ട് മാറും, ഡെൻസിറ്റി റോ ആയിട്ട് മാറും. ഇവിടെയും മാസ് ബൈ ഡെൽറ്റ വി വരുമ്പോ എന്തായിട്ട് മാറും, ഡെൻസിറ്റി റോ ആയിട്ട് മാറും. ഇവിടെയും മാസ് ബൈ ഡെൽറ്റ വി ഡെൻസിറ്റി ആയിട്ട് മാറും. ഇവിടെയും മാസ് ബൈ ഡെൽറ്റ വി ഡെൻസിറ്റി ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ പുതിയ നമുക്ക് ഇക്വേഷൻ എഴുതി നോക്കാം. ഇവിടെ ഹാഫ് റോ V2 സ്ക്വയർ മൈനസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് അല്ലെ, ഇവിടെ ബാക്കി എന്താവും, റോ GH2 മൈനസ് റോ GH1. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെറിവേഷന്റെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് സ്റ്റേജ് ഏതാണ്, റീഅറേഞ്ച് ചെയ്യുക. LHS എന്ത് എഴുതുക, 1 വരുന്ന ടേംസ് എല്ലാം LHS എഴുതുക, 2 വരുന്ന ടേംസ് എല്ലാം RHS എഴുതുക. ഞാൻ അങ്ങനെ എഴുതാൻ പോവാണ്. അപ്പൊ ഈ മൈനസ് P2 അപ്പുറത്തേക്ക് പോകും, അവിടെയുള്ള മൈനസ് ടേംസ് എല്ലാം ഇപ്പുറത്തും വരും. അപ്പൊ ഇക്വേഷൻ ഇങ്ങനെ ആവും, P1 പ്ലസ് ഈ മൈനസ് ഹാഫ് V1 സ്ക്വയർ ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോ പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ ആവുന്നു. അടുത്തത് മൈനസ് റോ GH1, 1 ഉള്ള ടേം അടുത്തത് റോ GH1 ആണ്. അത് ഇപ്പുറത്ത് വരുമ്പോ റോ GH1. ഓക്കെ, ഇസ് ഈക്വൽ ടു മൈനസ് P2 അപ്പുറത്ത് പോകുമ്പോ പ്ലസ് P2 ആയിട്ട് മാറും. പിന്നെ ഇവിടെ ഓൾറെഡി ഉള്ളത് പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ GH2. അപ്പൊ നമുക്ക് 1 ഉള്ള ടേംസ് എല്ലാം ഒരിടത്തും 2 ഉള്ള ടേംസ് എല്ലാം ഒരിടത്തുമായി കിട്ടി. ഇപ്പൊ നമ്മുടെ ഡെറിവേഷൻ ഏകദേശം കംപ്ലീറ്റ് ആണ്. എങ്കിലും ഒരു സ്റ്റെപ്പും കൂടി നിങ്ങളൊന്ന് അഡീഷണൽ എഴുതി കൊടുത്താൽ വളരെ ഭംഗിയാണ്. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. 1 ഉം 2 ഒന്നും ഇല്ലാതെ ഇവരെന്ന് എഴുതിയേ. അപ്പൊ P വരും ഹാഫ് റോ V സ്ക്വയർ എന്ന് വരും, പിന്നെ ഒരു റോ GH എന്നും വരും. അതായത് 1 ഉം 2 ഒന്നും ഇല്ലാതെ ലാസ്റ്റ് ഒന്ന് എഴുതി എടുത്തിട്ട് അത് കോൺസ്റ്റന്റ് എന്ന് എഴുതി വെച്ചു കൊടുത്താൽ കംപ്ലീറ്റ്. ഓക്കെ, ഇത്ര ഉള്ളൂ ബെർണോൾസ് തിയറം. അപ്പൊ നമ്മൾ 10 മിനിറ്റ് കൊണ്ട് ബെർണോൾസ് തിയറം പഠിച്ചിട്ടുണ്ട്. മെക്കാനിസം കറക്റ്റ് ആയിട്ട് പഠിക്കുക, അത് ഫോളോ ചെയ്ത് മാത്രം ചെയ്തു പോവുക. ഇത് കംപ്ലീറ്റ് ആവുന്നതോടെ ബെർണോൾസ് തിയറം കംപ്ലീറ്റ് ആവും.
ഇനി ബെർണോൾസ് തിയറത്തിന്റെ അസംഷൻസ് അഥവാ സ്റ്റേറ്റ്മെന്റും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുകയാണ്. അസംഷൻസ് എന്ന് പറയുന്നത് ബെർണോൾസ് തിയറത്തിന് അപ്ലൈ ചെയ്യേണ്ട ഫ്ലൂയിഡ് ഐഡിയൽ ഫ്ലൂയിഡ് ആയിരിക്കണം. ഐഡിയൽ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിന്റെ സ്റ്റഡി ഫ്ലോ ആയിരിക്കണം. ഇതാണ് ഇതിന്റെ ഒരു കണ്ടീഷൻ. അവിടെ ഫ്രിക്ഷൻ കാരണമുള്ള ലോസ് ഇല്ല, ഹീറ്റ് എനർജി ലോസ് ഇല്ല, അവിടെ ഫ്ലൂയിഡിന്റെ ഈ ഫ്ലൂയിഡ് പറ്റിപ്പിടിച്ചിട്ട് മാസ് കുറയുന്നതിന്റെ ഒരു പ്രശ്നമില്ല, എനർജി ലോസ് ഇല്ല. ഇതെല്ലാം ബെർണോൾസ് തിയറത്തിന്റെ അസംഷൻസ് ആണ്. അപ്പൊ ഐഡിയൽ ഫ്ലൂയിഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബെർണോൾസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സ്റ്റഡി ഫ്ലോ അല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ബെർണോൾസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബെർണോൾസ് തിയറത്തിന്റെ ഡീമെറിറ്റ് ചോദിച്ചാൽ ഓർക്കുക, ബെർണോൾസ് തിയറം ഇതേപോലെ ഈ പറഞ്ഞ കണ്ടീഷനിലുള്ള ഇൻകംപ്രസിബിൾ ഐഡിയൽ ഫ്ലൂയിഡിന്റെ കേസിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. സ്റ്റഡി ഫ്ലോയുടെ കേസിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അത് ഡീമെറിറ്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക. അസംഷൻസ് ചോദിച്ചാൽ ഇത് തന്നെ എഴുതാം. ഐഡിയൽ ആണ്, ഇൻകംപ്രസിബിൾ ആണ്, അതുപോലെ സ്റ്റഡി ഫ്ലോയുടെ കേസിലാണെന്നൊക്കെ നമുക്ക് എഴുതി വെക്കാം. അത് അസംഷൻസ് ആയിട്ട് വരും. സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഈ മൂന്ന് പേരെ നമ്മളൊരു പേരിട്ട് വിളിക്കുക. പ്രഷർ പി എന്നില്ലേ, അതിനെ പ്രഷർ എനർജി എന്ന് വിളിക്കുക. ഹാഫ് റോ വി സ്ക്വയർ അല്ലെ, ഹാഫ് എം വി സ്ക്വയർ ആണ് കൈനറ്റിക് എനർജി. ഹാഫ് റോ വി സ്ക്വയർ ആണെങ്കിൽ നമുക്ക് എപ്പോഴാണ് അത് റോ ആയത്? ഡെൽറ്റ വി വെച്ചിട്ടാണ്. ഡെൽറ്റ വി വന്നപ്പോഴാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പറയും കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. അപ്പൊ ഇതിനെ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഇൻ ദ കേസ് ഓഫ് സ്റ്റഡി ഇൻകംപ്രസിബിൾ ഐഡിയൽ ഫ്ലൂയിഡ്, അതിന്റെ ഫ്ലൂയിഡിന്റെ ഫ്ലോയിലെ പ്രഷർ എനർജി, ദ സം ഓഫ് പ്രഷർ എനർജി, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ആൻഡ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്. ഇതാണ് ബെർണോൾസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പാടുള്ള ഇതേപോലുള്ള ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നമുക്ക് ഈസി ആയിട്ട് അത് പഠിക്കാനുള്ള സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇതുപോലെ മറ്റു ടോപ്പിക്കുകൾ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാനുള്ള മെത്തേഡോട്ട് ഞാൻ വീണ്ടും വരും. നിങ്ങൾക്ക് പഠിക്കാൻ പാടുള്ള ടോപ്പിക്സ് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള ക്ലാസ്സുകൾക്കായി ഇനിയും ഞങ്ങളുടെ കൂടെ ചേരുക. ഞങ്ങളുടെ കൂടെ ചേരാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.